ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രീം ക്യാച്ചറാണ്. ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ വേണ്ടുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഫെതേഴ്സ്, ബ്ലാക്ക് ത്രെഡ് വേണം, യെല്ലോ ത്രെഡ്, ഗമ്മ്, സിസേഴ്സ്, ഹൂപ്പ് വേണം. ഇത് ഡ്രീം ക്യാച്ചർ ചെയ്യാനുള്ള ഹൂപ്പ് വേണം. പിന്നെ ഒരു നീഡിൽ, ബീഡ്സും കൂടി വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് വളയത്തിൽ അല്ലെങ്കിൽ ഹൂപ്പിൽ ത്രെഡ് കെട്ടി കൊടുക്കാം. നമുക്ക് സാധാരണ രീതി കെട്ടിയാൽ മതി. വേണമെങ്കിൽ ഒരു കെട്ടും കൂടി അങ്ങ് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു കെട്ടും കൂടി എക്സ്ട്രാ ഒരു കെട്ടും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. രണ്ടാമത് കെട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം കെട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഗം വെച്ച് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നീട് നമുക്ക് കെട്ടിയതിന് ശേഷമുള്ള ബാലൻസ് ത്രെഡ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ആ കാണുന്ന തുമ്പും കൂടി ചേർത്ത് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊണ്ടുവരാം. ഇടയ്ക്ക് ഗമ്മും കൂടി തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ തന്നെ ഇരിക്കും. ത്രെഡ് ചുറ്റി ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ആ ത്രെഡ് കുറച്ച് ബാലൻസ് ഇട്ടിട്ട് തന്നെ അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് കെട്ടണം. സാധാ ഒരു കെട്ടിയാൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഗം വെച്ച് അത് ഉറപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അത് ഉണക്കാൻ വെക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തതിന് ശേഷമുള്ള ആ തുമ്പ് ഒന്നും കൂടി ഗം വെച്ച് നല്ല രീതിയിൽ തന്നെ ചുറ്റി വയ്ക്കണം. അടുത്ത് നമ്മളൊരു ബ്ലാക്ക് ത്രെഡ് എടുത്ത് മുമ്പത്തെ പോലെ തന്നെ ഒരു സാധാ ഒരു കെട്ടണം ഇവിടെ. എന്നിട്ട് ഗം വെച്ച് കൊടുക്കണം. എല്ലാ കെട്ടിന് ശേഷം ഒരു ഗം വെച്ച് കൊടുക്കണം. എന്നാലേ കുറച്ച് ബലമായിട്ട് നിൽക്കത്തുള്ളൂ. ത്രെഡ് മുകളിലിട്ടിട്ട് മുകളിൽ നിന്ന് താഴോട്ട് വലിച്ചെടുക്കണം. ഒരേ അളവായിരിക്കണം ഡിസ്റ്റൻസേ, അത് ഒരേ അളവായിരിക്കണം. എൻഡിലെത്തി കഴിയുമ്പോൾ ഈ ബ്ലാക്ക് ത്രെഡിൻ്റെ അകത്തുകൂടി വേണം ഈ പാറ്റേൺ ചെയ്യേണ്ടത്. ഈ രീതി തന്നെ ചെയ്തെടുക്കാം. ചെയ്ത് വരുമ്പോൾ നമ്മുടെ ത്രെഡ് തീർന്ന് പോവുകയാണെങ്കിൽ ആ ത്രെഡിൻ്റെ കൂടെ തന്നെ വേറൊരു ത്രെഡും കൂടി എടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കണം, കെട്ടിക്കൊടുക്കണം. സാധാ കെട്ട് തന്നെ കെട്ടിയതിന് ശേഷം ആ പാറ്റേൺ തുടരണം.
നമ്മുടെ ഈ ഒരു പാറ്റേൺ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അതിന് വേണ്ടി കട്ട് ചെയ്ത് കെട്ടിയിട്ട് ഗം വെച്ച് കൊടുക്കണം. നമ്മൾ ഈ ഒരു ഹോളിൽ യെല്ലോ ത്രെഡ് വെച്ച് സ്റ്റാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തുടങ്ങിയെടുത്ത് വെച്ചാണ് നമ്മൾ ലാസ്റ്റ് കെട്ടിയിട്ട് അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് യെല്ലോ കളർ ത്രെഡ് ഒരേ അളവിൽ തന്നെ വെട്ടി താഴോട്ട് കെട്ടിയിടുകയാണ്. ഇനി താഴെ കെട്ടി കൊടുത്തില്ലേ, അത് വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റാർ പാറ്റേൺ ചെയ്യാം. അതിനു വേണ്ടി ഞാൻ സൂചിയിൽ 2 മടക്ക്, ഒരു നൂല് തന്നെ 2 മടക്കിയിട്ട് ആണ് എടുത്തേക്കുന്നത് ഇവിടെ. തുടങ്ങിയത് എവിടെയാണോ അവിടെ തന്നെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടതും. അപ്പോൾ നമ്മൾ ഇതേ കണക്ക് തൂവൽ കെട്ടി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നമ്മളൊരു ബ്ലാക്ക് ത്രെഡ് എടുത്ത് എന്നിട്ട് ഫെദേഴ്സും എടുത്ത് ബ്ലാക്ക് ത്രെഡിൽ നമ്മൾ ഫെദേഴ്സ് കെട്ടണം. എന്നിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഗം വയ്ക്കണം. അതിനുശേഷം ബീഡ്സ് എടുത്ത് ബ്ലാക്ക് ത്രെഡിൽ കോർക്കണം. അതിനുശേഷം ഒരു കെട്ടിയിടുക, കെട്ടിയിൽ ഗം വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫെദേഴ്സും കൂടി കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഫെദേഴ്സ് നടുക്കത്തെ ഫെദർ കുറച്ചും കൂടി താഴ്ന്ന് കിടക്കണം, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഫെദേഴ്സ് കുറച്ചുകൂടി മുകളിലോട്ട് കിടക്കണം. അപ്പം നമ്മുടെ ഡ്രീം ക്യാച്ചർ റെഡി. എല്ലാവർക്കും ഈ ഒരു ഡ്രീം ക്യാച്ചർ ഇഷ്ടപ്പെട്ട ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുട്ടി ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത്. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.